എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു, പിള്ളേർ സ്കൂളിൽ പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിചാരിച്ചത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്, പുറത്തു പോകാമെന്ന്. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും എന്തേ നോക്കിക്കണ്ടേ, കഴിഞ്ഞ ദിവസം പെയ്ത മഞ്ഞിൻ്റെ കുറേ അവശേഷിപ്പുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാം. എന്തായാലും നല്ല തണുപ്പും ഒരു കാറ്റൊക്കെ ഉള്ളൊരു ദിവസം തന്നെയാണ് ഇന്നും. ഈ മഞ്ഞിൻ്റെ കട്ടുകൾ ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ തട്ടിക്കളിക്കാൻ നല്ല രസമാണ്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഒരു സൗണ്ടും ഇങ്ങനെ അതിലൊക്കെ ഇങ്ങനെ ചവിട്ടാനൊക്കെ നല്ല രസമുണ്ട്. പിള്ളേരെ പോലെ തന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമൊക്കെയാണ് അങ്ങനെ. ഈ മഞ്ഞ് പെയ്താറിനെ മിക്ക കാറുകളും ഇത് കണ്ടില്ലേ, ആകെ ഇങ്ങനെ അഴുക്ക് പിടിച്ച മാതിരിയാണ് കിടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തു പോയപ്പോൾ ഉള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലേ, നമ്മുടെ കാറും ആകെ അങ്ങനെ കരി പിടിച്ച മാതിരിയാണ് ഇരിക്കുന്നത്. നമ്മളിപ്പോൾ അതേ പോസ്റ്റ് ബോക്സിൻ്റെ അങ്ങോട്ടാണ് വന്നേക്കണത്. ഇപ്പോൾ എല്ലാ അപ്പാർട്ട്മെൻറ്റിലെ പോലെ തന്നെ ഇവിടെയും ഇങ്ങനെ ഒരു ബോക്സ് പോലെ ഉണ്ട് ഓരോരുത്തർക്ക്. അപ്പോൾ അതിലാണ് ഇങ്ങനെ ലെറ്ററും കാര്യങ്ങളും എല്ലാ ഐറ്റംസുകളൊക്കെ വന്നത്. അപ്പോൾ നമ്മളത് ഇടയ്ക്കൊക്കെ പോയി ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മളതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകണം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കാർ വാഷ് ചെയ്യാനാണ് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ മഞ്ഞൊക്കെ പെയ്തപ്പോൾ കാറൊക്കെ ആകെ അഴുക്ക് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ഇടയ്ക്കൊന്ന് വാഷ് ചെയ്യണം, നല്ലതായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഈ കാർ വാഷ് ചെയ്യണതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ കൂടുതൽ വിശദമായിട്ടൊന്നും അങ്ങനെ കാണിക്കണമൊന്നുമില്ല. അപ്പോൾ ഇവിടെയൊക്കെ എങ്ങനെയാണ് രീതി എന്ന് വെച്ചാൽ ഇങ്ങനെ പാക്കേജ് അനുസരിച്ചാണ്. അപ്പോൾ നമ്മളതൊരു പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് അത് തീരണ വരെ നമുക്കിങ്ങനെ കാറ് വാഷ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് വന്നതാണ്. എപ്പോൾ വരുമ്പോഴും ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇത് കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ആ ഒരു പാക്കേജിൻ്റെ മെനു. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരിച്ച് ആ റേറ്റും ഒക്കെ നോക്കി നമുക്കിത് തിരഞ്ഞെടുക്കാം. ഇവിടെ വന്നു കഴിയുമ്പോൾ നല്ല രസമുണ്ട്. ഞാനിവിടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഇതിങ്ങനെ നോക്കി നിൽക്കും. എത്ര കണ്ടാലും ഇത് മതിയാവില്ല. അതിങ്ങനെ ആ ഒരു സ്റ്റെപ്പ് ബൈ ചെയ്യണതേ നല്ല രസമാണ് ഇതിങ്ങനെ കണ്ട് നിൽക്കാനായിട്ട്. അതിൻ്റെ ആ ഒരു കഴുകലും എല്ലാം നമുക്കിങ്ങനെ ഈ ഗ്ലാസ് ഇങ്ങനെ ഇട്ടേക്കണോണ്ടിട്ട് നമുക്ക് ഇപ്പുറത്ത് നിന്നാൽ കാണാൻ സാധിക്കും. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. നമ്മളങ്ങനെ കാർ വാഷൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. നമുക്ക് കുറച്ച് ഐറ്റംസുകളൊക്കെ വാങ്ങിക്കാനുണ്ട്. ഞാൻ ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. നമ്മളിത് അരിയുടെ സെക്ഷനിലാണ് ഇപ്പോൾ വന്നേക്കണത്. നമ്മുടെ നാട്ടിൽ കിട്ടണ മിക്ക അരികളും ഇവിടെ കിട്ടും കേട്ടോ. ഈ നിറപറയും പിന്നെ അതുപോലെ ഡബിൾ ഹോഴ്സ് അങ്ങനെ മിക്ക ബ്രാൻഡുകളും ഇവിടെ കിട്ടാറുണ്ട്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഈ ബിരിയാണി അരിയൊക്കെ ഇല്ലേ, ബസ്മതി റൈസ്, ജീരകശാല, അങ്ങനെ എല്ലാ വെറൈറ്റി ആയിട്ടുള്ള അരികളും ഇവിടെ കിട്ടും കേട്ടോ. ഇത് വലിയൊരു റാക്കിലാണ് ഇതിങ്ങനെ മൊത്തത്തിൽ പല അളവിലായിട്ട് ഇങ്ങനെ അരികൾ ഇവിടെ ഇങ്ങനെ വച്ചേക്കണേണ്. പിന്നെ അത് മാത്രമല്ല, ചെറിയ അളവിൽ 1/2 കിലോ 1 കിലോ അങ്ങനത്തെ അളവിലും ഇവിടെ അരികൾ ഇങ്ങനെ പാക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അതേ ഉള്ളിയുടെ സെക്ഷനിലാണ് വന്നേക്കണത്. ഇതാണ് ഇവിടുത്തെ ഉള്ളി. 3 കളറിലായിട്ടാണ് ഇവിടെ ഉള്ളി വരുന്നത്. നമ്മുടെ നാട്ടിലെ ഉള്ളിയുടെ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും ഇവിടെ എല്ലാവരും ഇതാണ് ഉള്ളിക്ക് പകരം ഉപയോഗിക്കുന്നത്. പിന്നെ ഫ്രോസൺ ഉള്ളിയും കിട്ടും. അപ്പോൾ നമ്മൾ 2 ടൈപ്പ് ഉപയോഗിക്കാറുണ്ട്. ഇത് ഇലയുടെ ഒരു സെക്ഷനിലേക്കാണ് വന്നേക്കണത്. പല വെറൈറ്റി ആയിട്ടുള്ള ചീരകൾ ഇവിടെ ഉണ്ട്. ഇലകൾ കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നൊക്കെ ഇഷ്ടാനുസരിച്ച് മേടിക്കാം. എനിക്കിതിൻ്റെ എല്ലാത്തിൻ്റെയും പേരൊന്നും അറിയില്ല കേട്ടോ. നമ്മൾ ഇത് കാണാത്ത കുറേ സൈസ് ഇലകളൊക്കെ എനിക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ പച്ചമുളകൊക്കെ കണ്ടില്ലേ, 3-4 ടൈപ്പ് മുളകുകളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. ഇത് ഇപ്പോൾ നമ്മൾ വന്നേക്കണത് ഇത് ആര്യവേപ്പിൻ്റെ ഇലയാണ്. ഈ ഒരു ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്നത് മൊത്തം കറിവേപ്പിലയാണ്. ഇത് ചെറിയ പാക്ക്, വലിയ പാക്ക് അങ്ങനെയൊക്കെ ആക്കി വെച്ചേക്കാണ്. അപ്പോൾ നമ്മളിത് ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1-2 ആഴ്ചത്തേക്കൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മളിത് വാങ്ങിക്കാറ്. നല്ല വില തന്നെ കൊടുക്കണം. പെട്ടെന്നൊന്നും അങ്ങനെ വാടിപ്പോകത്തൊന്നുമില്ല. നമ്മളിത് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറേ എത്ര ദിവസം വേണേലും ഇതിങ്ങനെ ഇരുന്നോളും. ഇത് കുക്കുംബറിൻ്റെ സെക്ഷനാണ്. പല സൈസിലുള്ള കുക്കുംബർ ഉണ്ട്. ഇത് കണ്ടില്ലേ, പല വെറൈറ്റി കുക്കുംബറുകളാണ്. പിന്നെ അതുമല്ല, നമ്മൾ കാണാത്ത ടൈപ്പ് ഒരുപാട് വെജിറ്റബിൾസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. വാളംപുളി ഇരിക്കണാണ്ടില്ലേ, ഇതൊക്കെ എപ്പോഴും ഉണ്ടാവില്ല കേട്ടോ. ഈ വാളംപുളി, അതുപോലെ തന്നെ മുരിങ്ങാക്കോല്, ചക്ക, വാഴയില, അതൊക്കെ ഓരോ സമയത്താണ് വരുന്നത്, സീസൺ അനുസരിച്ച്. ചിലപ്പോൾ ഈ ആഴ്ച ഉണ്ടാവണ ഐറ്റംസ് ചിലപ്പോൾ അടുത്ത ആഴ്ച ഉണ്ടാവണമെന്നില്ല. അങ്ങനെയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ എപ്പോഴാണോ കാണുന്നത് അപ്പം തന്നെ അതൊക്കെ വാങ്ങിച്ച് വയ്ക്കേണ്ടതായിട്ട് വരും. നമ്മളങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ ചെന്നിട്ട് വേണം ലഞ്ച് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മളങ്ങനെ സാധനങ്ങളൊക്കെ ആയിട്ട് റൂമിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മളിതേ ലഞ്ചിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യണേണ്. ഞാൻ പോണതിന് മുമ്പ് കുറച്ച് ചെമ്മീനൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ കോസ്കോന്ന് വാങ്ങിയ ചെമ്മീനാണ്. ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് ഈ ചെമ്മീൻ. ഈ വലിയ ചെമ്മീനായതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇതൊന്ന് കറി വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ചെറുപയറും കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് തോരൻ ഉണ്ടാക്കണം.
പിന്നെ അതിൻ്റെ ഇടയിൽ ഇതേ ആവോലി ഞാൻ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ഇനി മസാല തേക്കണം. അപ്പോൾ ഒരു ആവോലി കണ്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതൊക്കെ കട്ട് ചെയ്ത് തന്നെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എച്ചുമാട്ടി പോയപ്പോൾ വാങ്ങിയതാണ്. അങ്ങനെ ഇത് മസാല തേച്ച് വയ്ക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ പുറത്ത് പോണതിന് മുമ്പ് ഇത് തേച്ച് വെച്ചായിരുന്നെങ്കിൽ കുറച്ചും കൂടി മസാലയൊക്കെ പിടിച്ചതന്നെയായിരുന്നു. ഞാനത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ. പിന്നെ വേഗം തന്നെ അതൊക്കെ അങ്ങനെ റെഡിയാക്കി വെച്ചു. അതിൻ്റെ ഇടയിൽ ഇതേ ചെറുപയർ നമുക്കൊന്ന് വേവിക്കാൻ വെക്കണം. കുറച്ച് ഉപ്പും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഞാനിതൊന്ന് വേവിക്കണം. അപ്പോൾ ഇതൊന്ന് തോരനും റെഡിയാക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും ക്യാബേജാണ് ഞാൻ വെക്കാറ്. അപ്പോൾ ഇന്ന് ഇതും ക്യാബേജും കൂടി മിക്സ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതേ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പയറൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. കറി എന്ന് പറയാനായിട്ട് ഇന്ന് ചക്കക്കുരു, മാങ്ങ, ചെമ്മീൻ, മുരിങ്ങാക്കോല് അതൊക്കെ ഇട്ടിട്ടുള്ള കറിയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. എപ്പോഴും ഞാൻ വിചാരിക്കൂട്ടെ കറി ഉണ്ടാക്കണമെന്ന്. പക്ഷേ മുരിങ്ങാക്കോല് എപ്പോഴും കിട്ടാറില്ല. അതുപോലെ തന്നെ ചക്കക്കുരു ഇതെല്ലാം കൂടി ഒത്തു വരണമല്ലോ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ മുരിങ്ങാക്കോല് അങ്ങനെ കിട്ടണ ഒരു സമയത്ത് അത് വാങ്ങി സൂക്ഷിച്ചു വെച്ചു. അതിനുശേഷം പിന്നെ ചക്ക ഒരു തവണ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു, പഴുത്ത ചക്കയെ. അപ്പോൾ അത് വാങ്ങിയപ്പോൾ അതിലെ കുരു സൂക്ഷിച്ചും വെച്ചിട്ടുണ്ടായിരുന്നു. ആ കുരു അത്ര വലിയ ഒരു സുഖമൊന്നും എനിക്ക് തോന്നിയില്ല. എങ്കിലും നമുക്കൊരു കൊതി വരുമ്പോൾ എന്തെങ്കിലും ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച്. നാട്ടിലായിരുന്നപ്പോൾ ഇതിനൊന്നും ഒരു പഞ്ഞും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ആ കറികളെയൊക്കെ കുറിച്ച് ആലോചിക്കുമ്പോൾ കൊതി വരുമ്പോൾ ഇപ്പോൾ എന്താ ചെയ്യുക, ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഫ്രോസനൊക്കെ വാങ്ങിച്ചൊക്കെ ഉപയോഗിച്ചാലും അത്ര അങ്ങോട്ട് ക്ലിയർ ആവില്ലല്ലോ, അതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ ചക്കക്കുരുവൊക്കെ വേവിച്ചു. പക്ഷേ അത്ര സോഫ്റ്റ് ഒന്നല്ല കേട്ടോ ഇത്ര വേവിച്ചിട്ടും. പിന്നെ ഉള്ളത് കൊണ്ട് വയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഒരു ചീനച്ചട്ടിയിലേക്ക് വേവിച്ച ചക്കക്കുരും അതുപോലെ തന്നെ മാങ്ങ, മുരിങ്ങാക്കോല് അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ചെമ്മീൻ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നേ. ഇത് കണ്ടില്ലേ, വലിയ ചെമ്മീനായതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ വാലൊന്നും കളഞ്ഞിട്ടില്ല. പിന്നെ മാത്രമല്ല ഞാനിത് കട്ട് ചെയ്തിട്ട് എടുത്തായിരുന്നു. വലിയ ചെമ്മീനായിരുന്നു, നിങ്ങൾ കണ്ടില്ലേ. കട്ട് ചെയ്തിട്ട് പോലും ഇതിൻ്റെ വലിപ്പം കണ്ടോ, ഇത്രയും വലിയ പീസാണ്. അങ്ങനെ ഞാനിതും ക്ലീൻ ആക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്കിതൊന്ന് ചെറുതീയിലൊന്ന് വേവിക്കാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട അരപ്പൊക്കെ റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരപ്പുണ്ടാക്കാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഉള്ളിയും കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾക്ക് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ജീരകവും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ നേരം കൊണ്ട് ഒരുവിധം നമ്മുടെ ചെമ്മീനൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് അരപ്പും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കളറിന് വേണ്ടി ഞാൻ കുറച്ച് കാശ്മീരിയും മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ചെറുതീയിലതൊന്ന് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഈ നേരം കൊണ്ട് നമുക്കിതൊന്ന് ക്യാബേജ് കട്ട് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചെറുപയറിൻ്റെ കൂടെ ഞാൻ ക്യാബേജും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചോപ്പറിലിട്ടിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വലിയ പീസാക്കിയിട്ട് ഇതിങ്ങനെ മുറിക്കണം. അപ്പോൾ നമുക്ക് ചോപ്പറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയുമല്ലോ, ഒറ്റ ക്ലിക്കിന് ഇത് നല്ല കുരുകുരാന്ന് കിട്ടും. ഈ സാധനത്തിലാണ്ടോ ഞാൻ കട്ട് ചെയ്യണത്. നമ്മൾ നാട്ടിൽ ലുലുന്ന് വാങ്ങിയതാണിത്. ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാം. തോരന് വേണ്ടിയിട്ടുള്ള കുറച്ച് അരപ്പ് റെഡിയാക്കിയാണ്. തേങ്ങയും കുറച്ച് പച്ചമുളകും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ നേരം കൊണ്ട് നമ്മുടെ മീൻകറി ഇവിടെ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ചാറൊക്കെ പറ്റി നല്ല അടിപൊളിയായി വന്നു. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് താളിച്ചൊഴിക്കാം. അപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിൽ കടുകൊക്കെ പൊട്ടി വരുമ്പോൾ കുറച്ച് ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴഞ്ഞ് വന്ന് കഴിയുമ്പോൾ ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അതിന് ചെറിയൊരു കളർ കുറവ്, അപ്പോൾ കുറച്ച് ഇരിക്കട്ടെ, അപ്പോൾ ഇത്തിരി ഷേല് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ മീൻകറിയിലേക്ക് ഞാനിത് ഒഴിച്ചു കൊടുക്കണേന്. ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു മണം എൻ്റെ പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഈ മീൻകറിയിലേക്കൊക്കെ അല്ലെങ്കിലും ഈ ഉള്ളി താളിച്ചൊഴിക്കുമ്പോൾ ഒരു പ്രത്യേക മണം തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഇവിടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. കാണാൻ തന്നെ ഭംഗിയുണ്ട്, എന്നാലും കഴിക്കുമ്പോഴും ടേസ്റ്റൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് തോരൻ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുത്തതിന് ശേഷം അത് പൊട്ടി വന്നു കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള ഉള്ളി പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ആദ്യം തന്നെ ക്യാബേജ് ഇട്ട് കൊടുക്കാം. ക്യാബേജ് കട്ട് ചെയ്ത് കഴുകി വെച്ചതാണ്. ഇത് ഇട്ടതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കാം.
അപ്പോൾ ഇത് വേവണ നേരം കൊണ്ട് നമുക്ക് മീൻ ഫ്രൈ ചെയ്യാം കേട്ടോ. അതേ നമ്മുടെ മീനൊക്കെ ഇവിടെ മസാലയൊക്കെ തേച്ച് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഇട്ട് ഞാനിതേ മീനിങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ക്യാബേജ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിതേ വേവിച്ച ചെറുപയർ ഇതിലേക്ക് ചേർക്കണേണ്. മൊത്തം ചേർക്കണമൊന്നുമില്ല കേട്ടോ, കുറച്ചേ ചേർക്കണുള്ളൂ, ഒരുപാടായാലും കൊള്ളില്ലല്ലോ. ക്യാബേജും ആ പയറും ഒരേ അളവിൽ തന്നെ വേണം. അതിനുശേഷം ഞാൻ അതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചേക്കണ ആ തേങ്ങാക്കൂട്ടും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പ് തോരൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും ഉണ്ടാക്കാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ചെറുപയറിൻ്റെ കൂടെ നമുക്ക് എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും ഇതേപോലെ ഇട്ട് റെഡിയാക്കാം. അങ്ങനെ ഞാനിത് അത് മിക്സ് ചെയ്തതിന് ശേഷം അതും ചെറുതിയിലിട്ട് അവിടെ അങ്ങനെ വേവിക്കാൻ വെച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ മീനൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ക്യാബേജ് തോരനും ഇവിടെ റെഡി ആയിട്ടാണ്. കാരണം വെച്ചാൽ ക്യാബേജ് അവിടെ അതിലെല്ലാം ഇങ്ങനെ വെന്തതായതുകൊണ്ട് പിന്നെ അധികം നേരമൊന്നും അങ്ങനെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ അതവിടെ റെഡിയായി. അതിൻ്റെ ഇടയിൽ നമ്മുടെ മീൻ ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതേ പാത്തൂന് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന്. ഇവർക്കൊക്കെ സ്കൂളിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ ഗിഫ്റ്റുകളൊക്കെ കിട്ടും. എന്താ പറയുക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിശേഷ അവസരങ്ങളൊക്കെ വരൂലേ. അപ്പോൾ അതായത് ഇവിടെ ഹലോവീൻ, അതേപോലെ താങ്ക്സ് ഗിവിങ്, പിന്നെ വാലന്റൈൻസ് ഡേ, അങ്ങനെയുള്ള ഒരു പ്രത്യേക അവസരങ്ങളിലൊക്കെ ഇവർക്ക് ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കിട്ടും. പിന്നെ അത് പോരാതെ ഇടയ്ക്കൊക്കെ ഇതുമാതിരിയൊക്കെ ഇങ്ങനെ ഓരോന്ന് കിട്ടും കേട്ടോ. അത് കാരണം പിള്ളേർക്കൊക്കെ സ്കൂളിൽ പോകാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ മാത്രമല്ല, ഇവർക്കൊക്കെ പഠനത്തിനേക്കാളും കൂടുതലും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും ആക്ടിവിറ്റീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ കളർ ചെയ്യാനുള്ളതും കളർ പെൻസിലും ബുക്കുകൾ അങ്ങനെയുള്ളതൊക്കെ സ്കൂളിൽ നിന്ന് ഇവർക്ക് അവിടെ തന്നെ ഇങ്ങനെ ഓരോന്നിട്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കും. പിന്നെ കൂടുതലും പിള്ളേർക്ക് ഇഷ്ടം ഇങ്ങനെയുള്ള ഓരോരോ ഗിഫ്റ്റുകൾ, കാർഡുകളൊക്കെ ഇങ്ങനെ കൊടുക്കണതൊക്കെയാണ്. അപ്പോൾ പിള്ളേർക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുള്ളൂ. അപ്പോൾ അത് കാണിക്കണേണ് ആ കാണുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാം. നമ്മുടെ കറികളൊക്കെ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ കറി അടിപൊളിയാണ്. അപ്പോൾ ഈ കറി ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. മലയാളികളായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറി തന്നെയാണ് ഈ ചക്കക്കുരു മാങ്ങ ചെമ്മീൻ കറി എന്ന് പറയണത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യൂ എന്നൊക്കെ അറിയാം. അപ്പോൾ എന്തായാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ഇടയ്ക്കൊക്കെയാണ് ഇവിടെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എപ്പോഴൊന്നും ഇതിൻ്റെ ഐറ്റംസുകളൊന്നും കിട്ടാറില്ല. അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അമേരിക്കയിലെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.